ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാസൻ ഫുഡ് ആൻഡ് ട്രാവൽസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു ഓണാഘോഷ പരിപാടിയാണ് ഇന്നത്തെ ഈ വീഡിയോ കാണുന്നത്. അന്നേരം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിപ്പം ലേഡീസ് മാത്രമാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് എവിടെ ആയിരിക്കുമെന്ന്. ഇത് ജിമ്മാണ്, വേറെ എങ്ങുമല്ല, നമ്മുടെ ഷാർജ മുവൈലയിലെ ഫിറ്റ്നസ് സെൻ്ററാണ്. ഫോണിക് ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറയുന്നതിൻ്റെ പേര്. ലേഡീസും ജെൻസും ഒക്കെ ഉള്ളൊരു ജിമ്മാണിത്. പക്ഷേ രണ്ടുപേർക്കും രണ്ട് സമയമായിട്ടാണ് ഇവിടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓണാഘോഷ പരിപാടിയെല്ലാം നാട്ടിലത്തെ എല്ലാം കഴിഞ്ഞ് കാണുമായിരിക്കും. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ക്രിസ്മസ് വരെയെങ്കിലും ഓണാഘോഷ പരിപാടിയുണ്ട്. ഇനി ക്രിസ്മസ് വരെ എല്ലായിടത്തും ഓണാഘോഷ പരിപാടിയാണ്. നാട്ടിലേക്കാട്ടും വളരെ ആഘോഷത്തിലാണ് നമ്മൾ പ്രവാസികളെല്ലാം ഓണം ആഘോഷിക്കുന്നത്. പിന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണപ്പരിപാടി, വിഷു, ഇങ്ങനെയൊക്കെ ഉള്ള ആഘോഷങ്ങൾ, ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഉള്ള ആഘോഷങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യും. പുറത്തൊക്കെ ആകുമ്പം എനിക്ക് തോന്നുന്നു നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് പിന്നെ അത്തപ്പൂവൊക്കെ ഇട്ടും ഒക്കെ കൂടുതൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ സെറ്റ് സാരി ഒന്നും കൊടുക്കത്തില്ല. ജസ്റ്റ് നമ്മൾ ഓണസദ്യ, അത്തപ്പൂക്കളൊക്കെ ഇടയിൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലായാലും നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയും എല്ലാവരുമായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫോണിക് ഫിറ്റ്നസ് സെൻ്ററിലാണെങ്കിൽ നല്ലൊരു ഓണാഘോഷ പരിപാടിയാണ് ഈ നടക്കുന്നതെന്ന് പറയുന്നത്. അത് ഒരു അവധി ദിവസമായിട്ട് സൺഡേ ആണ് നമ്മൾ നോക്കിയ ഓണാഘോഷ പരിപാടി നടത്തിയത്. നമ്മൾ മലയാളികൾ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള പല ആൾക്കാരും പിന്നെ കുറേ വേറെ പുറത്തുള്ള കൺട്രീസിലെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഓണാഘോഷ പരിപാടിക്ക്. ഇതിപ്പോൾ ഞങ്ങളുടെ തിരുവാതിരക്കളിയാണ്. നിങ്ങൾ ഈ തിരുവാതിരക്കളി കണ്ട് ഒന്ന് ചിരിക്കരുത് കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ടൊരു തിരുവാതിരക്കളിയായിരുന്നു. ഞങ്ങൾ അന്നേരം തന്നെ ഒരു പാട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ച് സ്റ്റെപ്സൊക്കെ അങ്ങോട്ട് പഠിച്ച് അന്നേരം തന്നെ കളിക്കുകയാണ്. ഇതിപ്പം നമ്മുടെ മ്യൂസിക് ഇട്ടേക്കുന്നത് കൊണ്ട് കോപ്പിറൈറ്റൊക്കെ കിട്ടും. അത് കാരണമാണ് മ്യൂട്ട് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലാതെ ആയാലും കുറേ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയും ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു എൻ്റെ വോയിസ് ഓവറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇവിടെ പിന്നെ ആരും അത്ര വലിയ ഡാൻസേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് അത്യാവശ്യം കളിക്കുന്നവരും ഉണ്ട് എന്നാൽ ഇതിനകത്ത്. അന്നേരം എല്ലാവർക്കും പറ്റുന്ന പോലെ രസകരമായ രീതിയിൽ തന്നെ ആയിരുന്നു ഈ തിരുവാതിരകളി നടന്നുകൊണ്ടിരുന്നത്. രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് ഒരു 3 മണി വരെയായിരുന്നു ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത്. ഒരുപാട് പേര് പങ്കെടുക്കാനുണ്ടായിരുന്നു. ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഒരുപാട് പേര് അതിൻ്റേതായ തിരക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരു അവധി ദിവസം കിട്ടുകയെന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കുക, ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ലേഡീസ് ഫാമിലീസൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ കുറച്ച് പേരുടെ കുറവൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം പറ്റുന്ന സൗകര്യം പോലെ പറ്റുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയല്ലേ നമുക്കെന്ന് പറയുന്നൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ. ഇതിലൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളിവിടെയൊക്കെ ജീവിക്കുന്നതിൽ അർത്ഥം എന്നുള്ളതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണാഘോഷം എന്ന് പറയുമ്പം പിന്നെ ഓണക്കളികളും പിന്നെ ഓണം ഗെയിംസ് ഇതെല്ലാം വേണമല്ലോ. അന്നേരം ഇന്നിപ്പോൾ നടക്കുന്നത് സ്പൂണിൽ നാരങ്ങ വെച്ചുള്ള കളിയാണ് ഈ നടക്കുന്നത്. 3-4 റൗണ്ടുണ്ട്. കുറേ പേരുണ്ടായതുകൊണ്ട് 4 റൗണ്ട് വേണമായിരുന്നു. പിന്നെ സ്ഥലപരിമിതി ഇതൊക്കെ വെച്ച് കുറേശ്ശെ പേരെ വെച്ച് നമ്മൾ ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ടിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഗെയിം കളിക്കുകയാണ്.
അടുത്തത് ഞങ്ങളുടെ കോച്ചാണിത് ഈ മുണ്ട് കൊടുത്ത് ബ്ലാക്ക് ഷർട്ട് ഇട്ട് വരുന്നത്. അത് തോറ്റുപോയി കേട്ടോ. ഞങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കോച്ചാണ്. ഞങ്ങളുടെ ഈ ഓണപ്പരിപാടിക്ക് വേണ്ടി എല്ലാ മുൻകൈ എടുത്ത് പുള്ളിക്കാരി തന്നെ എല്ലാം സെറ്റാക്കി ഞങ്ങളുടെ കൂടെ എല്ലാ തരത്തിലും ഗെയിംസ് ആയാലും എല്ലാം എൻജോയ് ചെയ്തതാണ്. നമ്മുടെ കൂടെ നല്ലൊരു സപ്പോർട്ടറാണ് ഞങ്ങളുടെ കോച്ചെന്ന് പറയുന്നത്. മലയാളിയാണ്. അന്നേരം ലാസ്റ്റ് റൗണ്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ലാസ്റ്റ് 5 റൗണ്ടിൽ വിജയിച്ചവർ വെച്ചാണ് ഈ റൗണ്ട് നടക്കുന്നത്. അന്നേരം ഇതിനകത്ത് ഇനി ആരാ ജയിക്കുന്നതെന്നൊക്കെ നോക്കാം നമുക്ക്. അങ്ങനെ സ്പൂണും ഇതൊക്കെ പിടിച്ച് നാരങ്ങയും പിടിച്ച് ഓട്ടമായിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ 2 പേര് ഈക്വലായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. 2 പേര് ഈക്വലായിട്ട് എത്തിയപ്പം ആര് ജയിച്ചെന്നുള്ളത് കൊണ്ട് അവരെ 2 പേരെ ഒരുമിച്ച് ചേർത്ത് വീണ്ടും ഗെയിം കളിക്കുവാണ്. ഇത് ഗ്രീൻ ഉടുപ്പിട്ട ഈ ചേച്ചി പഞ്ചാബി ചേച്ചിയാണ്. അന്നേരം അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര രസകരമാണ്. ഫസ്റ്റ് ടൈം ആയിരിക്കും അവരൊക്കെ ഈ ഓണാഘോഷ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നത്. 2 പേരും വീണ്ടും ഒരുപോലെ എത്തിയത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഗെയിം കളിപ്പിക്കുവാണ്. അങ്ങനെ വീണ്ടും അവർ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ചേച്ചി നമ്മുടെ പഞ്ചാബി ചേച്ചിയാണ് ജയിച്ചത്. ജയിച്ചത്. അന്നേരം ഇനി കുട്ടികളുടെ സ്പൂൺ നാരങ്ങ കളിയായിരുന്നു. Read my lips,
ഫസ്റ്റ് നേടിയിരിക്കുന്നത് ഒരു കിലോ ആപ്പിള. പിടിച്ചോ ഒരാടല്ലേ വാങ്ങിനതിന്. പോയി കഴിച്ചോ.